ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് ഹീറോയോടുള്ള ഫീലിങ്സ് തുറന്നു പറയാൻ കഴിയാതെ മഴ പെയ്യുന്നത് പോലും നോക്കാതെ അവൾ വിഷമിച്ച് നിൽക്കുന്നതാണ്. പെട്ടെന്ന് ആരോ പിറകിലൂടെ വരുന്നത് പോലെയുണ്ട്. നോക്കിയാല് ഹീറോ എവിടെയും പോയിട്ടില്ല. കോട്ടുമായിട്ട് അവളുടെ അടുത്ത് വന്ന് നിന്നതും നീ ഇനിയും പോയില്ലെന്ന് പറഞ്ഞ് ഹീറോയിൻ അവനോട് ടെൻഷൻ ആകുവാണ്. ഉടനെ ഹീറോയും ഞാൻ പോയില്ലെന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ച് കിസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ സമയത്ത് അവരുടെ രണ്ടുപേരുടെയും ഫീലിങ്സ് അവർ തുറന്നു പറയുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ഹീറോയിൻ വർക്കിന് പോകാനായിട്ട് തുടങ്ങിയതും ഹീറോ അവളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു പാർക്കിൽ വെച്ച് അന്ന് അവൾ ഒരു റിങ് വേണമെന്ന് ആഗ്രഹിച്ചില്ലേ, അതേ റിങ് വാങ്ങിക്കൊടുത്ത് അതൊക്കെ ഇട്ട് പ്രൊപ്പോസും ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷമായ ഹീറോയിനും അവനെ ഹഗ് ചെയ്തിട്ട് കിസ് ചെയ്തിട്ട് നാണത്തില് ഞാൻ ജോലിക്ക് പോകുവാണെന്ന് പറഞ്ഞ് ഓടിക്കളയും. കട്ട് ചെയ്താല് ടോമി വിസ കിട്ടി ഇപ്പൊ US വന്നു കഴിഞ്ഞു. അമ്മയ്ക്ക് അത്യാവശ്യമായിട്ട് വർക്കുള്ളത് കൊണ്ട് അവനെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകും. പക്ഷെ വീടിന്റെ കീ കൊടുക്കാനായിട്ട് മറന്നുപോയി. ടോമിയും അമ്മയെ കോൾ ചെയ്ത് കീ ചോദിക്കുന്നുണ്ട്. എനിക്കിപ്പോ തരാൻ പറ്റില്ല മോനെ, നീ ഒരു കാര്യം ചെയ്, നീ നമ്മുടെ ലിയയുടെ കൂടെ ഇന്ന് താമസിക്കുന്നു പറഞ്ഞ് ലിയയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുവാണ്. ടോമിയും നേരെ ലിയയെ തേടി ചെന്നാല് ലിയയും ഹീറോയും സംസാരിച്ചുകൊണ്ടിരിക്കുവായിരിക്കും. ഹീറോയിന് സെറ്റായെന്ന് അറിയാതെ ടോമിയും അവരുടെ കൂടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ടോമി ഫുഡ് കഴിക്കാനായിട്ട് വരുമ്പോ ഹീറോ ഷർട്ട് ഇടാതെ ഇരിക്കുന്നത് കണ്ട് ടോമി ഇത് കണ്ട് ഡാ നീ എന്തെങ്കിലും എടുത്ത് ഇട്ടിട്ട് വാ, ലിയയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കരുതെന്ന് പറയും. ലിയയും ഞാനിത് ഓക്കെയാണ്, ഇതൊക്കെ എനിക്ക് ശീലമായെന്നാണ് പറയുന്നത്. പെട്ടെന്ന് ടോമി എന്താ വിചാരിച്ചെന്ന് അറിയില്ല. പെട്ടെന്ന് അവൻ ബനിയൻ ഊരിക്കളഞ്ഞ് ഒരു ടവൽ എടുത്തോണ്ട് വന്ന് ലിയയുടെ മുമ്പിൽ വന്ന് നിൽക്കുവാണ്. രണ്ടുപേരും മസിലൊക്കെ കാട്ടിയിട്ട് ഷോ കാണിക്കുന്നുണ്ട്. ടോമിയും അവളെ സൈറ്റ് അടിച്ച് കാണിച്ച് അവളെ വെറുതെ ടെൻഷൻ ആക്കുന്നുണ്ട്. ഉറങ്ങാൻ ആരുടെ കൂടെ കിടക്കുമെന്നായി അടുത്തതല്ല്. അവൾ എന്റെ കൂടെ കിടക്കൂ, ഇല്ല നിന്റെ കൂടെ കിടക്കില്ല, അവൾ എന്റെ കൂടെ കിടക്കൂ എന്ന് പറഞ്ഞ് തർക്കിച്ച് ലാസ്റ്റ് എല്ലാവരും തനിയെ കിടന്നുറങ്ങാൻ തുടങ്ങും. രാവിലെ ആയതും ഹീറോ അവനോട് നീ ഇനിയും പോയില്ലേ എന്ന് ടോമിയെ പറഞ്ഞു വിടാനായിട്ട് നോക്കിയാല് അവനെന്തോ അവിടെ തന്നെ സെറ്റിലാകുന്ന പോലെയാണ് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതിന് ഹീറോയും ക്യാഷ് ചോദിക്കാൻ തുടങ്ങിയതും അവന് മനസ്സിലായി ഇവരുടെയൊക്കെ കൂടെ ജീവിക്കണമെങ്കിൽ അമ്മയുടെ കൂടെ ജോലിക്ക് പോയേ പറ്റൂ എന്ന്. അതുകൊണ്ട് ടോമിയും അമ്മയുടെ കൂടെ ജോലിക്ക് പോകാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. നെക്സ്റ്റ് ഹീറോയിൻ വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതും ആരോ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. തുറന്നു നോക്കിയാല് അത് വേറെ ആരും അല്ല, അത് നമ്മുടെ ലിയയുടെ അമ്മയായിരിക്കും. അമ്മയെ കണ്ട സന്തോഷത്തിൽ അവൾ വളരെ ഇമോഷണൽ ആയിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ അമ്മയെ വേറൊരു പയ്യൻ അമ്മയെന്ന് വിളിക്കുന്നത്. നോക്കിയാൽ ഒരു ചെറിയ പയ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. നീ എന്തിന് എന്റെ അമ്മയെ അമ്മയെന്ന് വിളിക്കുന്നതെന്ന് ആ പയ്യനോട് അവള് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോ അവളുടെ അമ്മ അവളോട് പറയും അത് നിന്റെ അനിയനാണെന്ന്. ഇത് കേട്ടതും അവൾക്ക് താങ്ങാൻ കഴിയാതെ വേഗം പോയി വാതിലടിച്ചിട്ട് അവള് പൊട്ടിക്കരയാൻ തുടങ്ങുവാണ്. അമ്മയും കരഞ്ഞുകൊണ്ട് കഥക് തുറക്കുമ്പോൾ എന്താ നടന്നതെന്ന് ഞാൻ പറയാമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഹീറോയിൻ അമ്മയെ കേൾക്കാനായിട്ട് സമ്മതിക്കാതെ അവരെ പറഞ്ഞയച്ചതിന് ശേഷം അവർ പോയി കഴിഞ്ഞ് നേരെ തന്നെ പെട്ടിയും എല്ലാം പാക്ക് ചെയ്ത് നേരെ നാട്ടിലേക്ക് പോയി. ചേച്ചിയോട് മരിച്ചുപോയ നമ്മുടെ അമ്മയെ കണ്ട വിവരവും അമ്മയ്ക്ക് ഇപ്പോ ഒരു ഫാമിലി ഉള്ള കാര്യവും പറയുന്നുണ്ട്. ഇത് അച്ഛനോട് പറയരുത്, അച്ഛൻ ഓൾറെഡി തന്നെ അറ്റാക്ക് ഉള്ളതാണ്. ഇനി ഈ കാര്യം കൂടി അറിഞ്ഞാല് അച്ഛനെ താങ്ങാൻ കഴിയില്ല, അവർക്ക് പിന്നെയും അസുഖം കൂടുമെന്ന് പറഞ്ഞ് അവള് ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. നൈറ്റ് ഹീറോ വീട്ടിലേക്ക് വന്നതും ഹീറോയിനെ കാണുന്നില്ല. അവളെ കോൾ ചെയ്യാനായിട്ട് വന്നതും ഒരു ലെറ്ററും അവളുടെ അമ്മയുടെ ഫോട്ടോസൊക്കെ കീറി കിടക്കുന്നതും കാണുന്നുണ്ട്. അവൻ ലെറ്റർ തുറന്ന് വായിക്കാൻ തുടങ്ങി. എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്, എന്റെ അമ്മയുടെ ആഗ്രഹം നടത്താൻ വേണ്ടി. പക്ഷെ എന്റെ അമ്മ തന്നെ ഞങ്ങൾക്ക് ദ്രോഹം ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിയതും ഒരു സെക്കൻഡ് പോലും എനിക്ക് ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഗ്രാമത്തിലേക്ക് തിരികെ പോകുന്നുവെന്ന് അവൾ എഴുതിയിരിക്കുന്നത്. ഇത് കണ്ട ഹീറോയ്ക്കും അവൾക്ക് വേണ്ടി എന്തിനും ഞാൻ അവളുടെ കൂടെ ഉണ്ടാകുമെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഗ്രാമത്തിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു. നെക്സ്റ്റ് ഡേ വർക്കിന് പോയി ഫ്രണ്ടിനോട് ഞാൻ ഗ്രാമത്തിലേക്ക് പോകുവാണ്, നീ എങ്ങനെയെങ്കിലും മാനേജറോട് പറഞ്ഞ് ലീവ് റെഡിയാക്കി തരണമെന്ന് പറഞ്ഞ് വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് അവൻ വില്ലേജിലേക്ക് പോകാനായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആരോ കഥക് തട്ടുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കിയാല് ലിയയുടെ അമ്മയായിരിക്കും വന്നിരിക്കുന്നത്. ഫോട്ടോയിൽ കണ്ട് അവൻ അറിയാം അവരെ. വരൂ അമ്മയെന്ന് അവൻ അവരെ വെൽക്കം ചെയ്യുന്നുണ്ട്. അമ്മ വന്നതും ലിയയുടെയും ഹീറോയുടെയും ഫോട്ടോസ് ഒക്കെ കണ്ട് ലിയയുടെ ഹസ്ബൻഡ് ആണോ നിങ്ങൾ എന്ന് ചോദിക്കും. അവനും അതെ എന്ന് പറയും. ഉടനെ അമ്മ അവർക്ക് എന്താണ് നടന്നതെന്ന് ഫ്ലാഷ് ബാക്ക് പറയാനായിട്ട് തുടങ്ങി. ലിയയുടെ അമ്മ അവരുടെ പഠിപ്പിനനുസരിച്ച് ഇവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇവരുടെ മാനേജർക്ക് ഇവരുടെ മേലെ ഒരു കണ്ണുണ്ടായിരുന്നു. എന്നെ കല്യാണം ചെയ്യണം എന്ന് പറഞ്ഞ് ഇവരുടെ പിറകെ നടക്കാൻ തുടങ്ങി. അമ്മയും എനിക്ക് പറ്റില്ല, എന്റെ കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ടും അയാൾക്ക് അതൊരു വിഷയമായിട്ട് തോന്നിയില്ല. ഇതുകൊണ്ട് അമ്മ ജോലി വിടാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ സമയത്താണ് ഹീറോയിന് അസുഖം വന്ന് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതും നിറയെ പണം ആവശ്യം വന്നതുകൊണ്ട് അച്ഛൻ അമ്മയെ വിളിച്ച് ക്യാഷ് ചോദിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ അത്രയും ക്യാഷ് കൊടുക്കുന്ന അത്രയും ശമ്പളം അവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ വേറെ വഴിയില്ലാതെ അമ്മ മാനേജറെ കല്യാണം കഴിച്ച് ആ ക്യാഷ് വെച്ച് ലിയയുടെ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കുവാണ്. ഇതൊന്നും തന്നെ നാട്ടിലുള്ള ആരെയും അറിയിക്കുന്നില്ല. കല്യാണം കഴിഞ്ഞിരുന്നാലും അമ്മ ആ മാനേജറുമായിട്ട് അത്ര ക്ലോസ് ആയിട്ട് ജീവിച്ചിരുന്നില്ല. ഇതിൽ ടെൻഷനായ മാനേജർ അവരെ ഫോഴ്സ് ചെയ്ത് ഗർഭിണിയുമാക്കി നിറയെ ഉപദ്രവിക്കാനും തുടങ്ങി. ഒരു
ദിവസം ഇവരുടെ മകന് അയാൾ ഒരു ടോയ് വാങ്ങി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട്. അമ്മ ഇവൻ പഠിക്കില്ല, എന്തിന് ഇതൊക്കെ വാങ്ങിക്കൊടുക്കും എന്ന് പറഞ്ഞ് അമ്മയായിട്ട് പറഞ്ഞതിന് ശരി ഇനി വാങ്ങിക്കൊടുക്കില്ലെന്ന് കുട്ടിയുടെ മുമ്പിൽ നല്ല പോലെ പറഞ്ഞിട്ട് തനിയെ കൂട്ടിക്കൊണ്ടുപോയി കഴുത്തിൽ പിടിച്ച് ഞെരുക്കിയിട്ട് ഇനി എന്റെ കൊച്ചിന്റെ മുമ്പിൽ വെച്ച് എന്നോട് ഓർഡർ ഇടാനായിട്ട് വരരുതെന്ന് പറഞ്ഞ് ഉപദ്രവിക്കാൻ തുടങ്ങി. ഇങ്ങനെ അവരുടെ ലൈഫ് വളരെ കഷ്ടത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ നാളുകൾ പോയിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം ആ സൈക്കോയെ കാണുന്നില്ല. പിന്നീടാണ് അറിയുന്നത് അയാൾ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയെന്ന്. ഇത്ര നാള് ഇയാൾ കാരണമാണ് അമ്മയുടെ ഫാമിലി അവർ കാണാതെ അന്വേഷിക്കാതെ മാറി നിന്നത്. ഇപ്പൊ അയാൾ ഇല്ലാതായപ്പോൾ ലിയയെ കണ്ട് എല്ലാം പറയാൻ വേണ്ടി വന്നതായിരുന്നു അമ്മ. ഹീറോ ഇതെല്ലാം കേട്ടിട്ട് വിഷമിക്കേണ്ട അമ്മ, ഞാൻ ലിയയോട് സംസാരിക്കാം, ട്രൈ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. നേരെ ഹീറോയും ഗ്രാമത്തിലേക്ക് അവന്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്കാണ് വരുന്നത്. അവിടെ അവന് 2 ചെറിയ കസിൻസ് ഉണ്ട്. ഈ പിള്ളേർക്ക് വേണ്ടിയാണ് അവൻ USA പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്നത്. ഇപ്പൊ നൈറ്റ് ചുമ്മാ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് മുത്തശ്ശിയോട് കള്ളം പറഞ്ഞിട്ട് ഫ്രണ്ട്സുമായിട്ട് ലിയയെ കാണാനായിട്ട് അവൻ ഗ്രാമത്തിലേക്ക് വരുന്നുണ്ട്. ഇവൻ ആ ഏരിയയിൽ വന്ന് ഫ്രണ്ട്സുമായിട്ട് പരുങ്ങുന്നത് കണ്ട് നിറയെ പേര് ഇവനെ കണ്ട് സംശയിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇവരെ വന്ന് വളഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. സത്യം പറ, നീ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് ചോദിച്ചാല് ഹീറോയും കടയിൽ വന്നതാണെന്ന് പറയാൻ വരുമ്പോഴേക്കും ഈ ബഹളങ്ങളൊക്കെ ആയിട്ട് ലിയ അവിടേക്ക് ഓടി വരുന്നുണ്ട്. ഇവരെല്ലാരും കൂടി അവനെ തല്ലാനായിട്ട് ഓങ്ങാൻ നിന്നതും ലിയ വന്ന് അയ്യോ അടിക്കല്ലേ എന്ന് പറയും. നീ ചെറിയ കുട്ടിയാണ്, നിനക്കൊന്നും അറിയില്ല, മാറി നിൽക്കെന്ന് പറഞ്ഞ് അവനെ അടിക്കാനായിട്ട് പിന്നെയും കൈ പൊക്കിയതും ഹീറോയും പെട്ടെന്ന് വേറെ വഴിയില്ലാതെ ഇവൻ എന്റെ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞു കളയുവാണ്. കേട്ട എല്ലാവരും ഷോക്കാകുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഇവൻ നിന്റെ ഭർത്താവാണെന്നോ? ആ ഏരിയയിലെ എല്ലാ ജനങ്ങളും ഓരോന്നായിട്ട് കൂടാൻ തുടങ്ങി. ഇതെല്ലാം കേട്ട് നിന്ന് ലിയയുടെ അച്ഛൻ വന്ന് രണ്ടുപേരെയും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുവാണ്. ടെൻഷനായി രണ്ടുപേരെയും നോക്കി ചീത്ത പറയാൻ തുടങ്ങി. ഹീറോ അപ്പൊ പറയും, ലിയയുടെ അച്ഛൻ, നിങ്ങളുടെ മകളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആദ്യമൊക്കെ ക്യാഷിന് വേണ്ടിയാണ് കല്യാണം ചെയ്തത്. പക്ഷെ പോകെ പോകെ അവളുടെ കൂടെ നിൽക്കണമെന്ന് തോന്നുന്നു. അത്രയും അവളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞതും നിന്നെ പറ്റി എനിക്ക് ഒന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ഓടിച്ചു വിടുവാണ്. നെക്സ്റ്റ് ഡേ മുതൽ അച്ഛനെ സമ്മതിപ്പിക്കാൻ വേണ്ടി ഹീറോ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ട്. പക്ഷെ അച്ഛൻ അവനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആ സമയത്ത് ഹീറോയ്ക്ക് കോൺട്രാക്ട് കൊടുത്തവർ കോൾ ചെയ്ത്, ഞങ്ങള് വെക്കേഷന് വേണ്ടി ഗ്രാമത്തിലേക്ക് വന്നിട്ടുണ്ട്, നീയും അവിടെ ഉണ്ടല്ലോ, നിനക്ക് അടി കിട്ടിയെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അടുത്തുള്ള വീട്ടിലുള്ളവരാ പറഞ്ഞത്, നമുക്ക് ഒന്ന് മീറ്റ് ചെയ്യാമോ എന്ന് പറഞ്ഞ് വിളിപ്പിക്കുന്നുണ്ട്. മീറ്റ് ചെയ്തതും, നീ ഞങ്ങൾക്ക് കൊടുത്ത കോൺട്രാക്ട് നീ നന്നായിട്ട് ചെയ്തു, അതുകൊണ്ട് നീ ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്താൽ എന്താ? ഈ ഗ്രാമത്തിൽ തന്നെ നമുക്ക് വേറൊരു കമ്പനിയുണ്ട്, അതിൽ നീ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞതും ഹീറോയും ജോയിൻ ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു സുന്ദരിയായ മോളും കൂടെയുണ്ട്. അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നടന്നവൻ ഇപ്പൊ കരിയറി നോക്കി പോകാനായിട്ട് തുടങ്ങി. ലിയയും ഇത് കണ്ട്, നിനക്ക് ഞാൻ സെറ്റാകില്ലടാ എന്ന് പറഞ്ഞതും ഹീറോ, അങ്ങനെയല്ലടി, നമുക്കെല്ലാം ശരിയാക്കാം, നീ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ഒരു ദിവസം വർക്കിന് പോയിട്ട് തിരികെ വരുമ്പോ ഗ്രാമത്തിലുള്ള ഒരു വീട്ടിൽ തീ പിടിക്കുന്നുണ്ട്. തീ പിടിച്ച് വീട്ടിലുള്ളവരെല്ലാം കഷ്ടപ്പെടുന്നത് കണ്ട് ഹീറോയാണ് വളരെ റിസ്ക് എടുത്ത് അവരെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഹീറോയുടെ ഈ പ്രവൃത്തി കണ്ട് ലിയയുടെ അച്ഛന് അവനോട് എന്തോ ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. സോ ഉടനെ തന്നെ അവനെ വിളിച്ചു വരുത്തി, നിന്റെ ഫാമിലിയെ കൂട്ടിക്കൊണ്ടുവാ, എന്നിട്ട് കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കാമെന്ന് പറയും. ഇവൻ അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അവന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് കേട്ട അച്ഛൻ ഉടനെ തന്നെ, എന്റെ മകൾക്ക് ഒരു ഫാമിലി വേണം, അതുകൊണ്ട് ഇങ്ങനെയുള്ളതൊന്നും നടക്കില്ലെന്ന് പറഞ്ഞ അച്ഛൻ പിന്നെയും പറഞ്ഞയക്കും. എന്നാലും ശോകത്തില് ഹീറോ വീട്ടിലേക്ക് തിരികെ പോകുന്നുണ്ട്. നമ്മുടെ ലിയയും ഇപ്പൊ ഒരു കമ്പനിയിലേക്ക് ജോലി കിട്ടി കയറുന്നുണ്ട്. അങ്ങനെ നല്ല പോലെ പോയിക്കൊണ്ടിരിക്കുമ്പോ ചേച്ചി അച്ഛനോട്, ഞാൻ അമ്മയെ കണ്ടു അച്ഛൻ എന്ന് പറയാണ്. ലിയയും മുന്നേ ഇത് അറിഞ്ഞെന്ന് കാണിക്കാതെ അമ്മയെ കണ്ടെന്നോ എന്ന് ആശ്ചര്യത്തോട് ചോദിക്കും. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞതും അച്ഛൻ പറയാണ്, അവളുടെ കൂടെ ഇത്ര വർഷം ഞാൻ ജീവിച്ചതാണ്, എനിക്ക് അവളെ കുറിച്ച് നന്നായിട്ട് അറിയാം. അവള് മനഃപൂർവ്വം ഒരു തെറ്റ് ചെയ്ത് കാണില്ല. അവൾ ഈ അവസ്ഥയിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയായിരിക്കുമെന്ന് പറഞ്ഞ് അച്ഛൻ അമ്മയെ കുറിച്ച് പൊക്കി പറയുന്നുണ്ട്. ലീ ഇതൊക്കെ കേട്ടവള് തനിയെ മാറി വന്നിരുന്ന് അച്ഛൻ അമ്മയ്ക്ക് എന്തോരം വിശ്വാസമാണ് കൊടുക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. അവൻ അവളുടെ അമ്മയെ കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും ഹീറോയിന് സങ്കടം സഹിക്കാൻ വയ്യാതെ ടോമിയുടെ അമ്മയെ കോൾ ചെയ്ത് ചോദിക്കുവാണ്, അവളിപ്പോ നമ്മുടെ ഗ്രാമത്തിലുണ്ട് മോളെ, അവൾക്ക് നിങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഇവള് മാറി താമസിക്കുന്നത്, നിങ്ങളൊന്ന് പോയി കണ്ട് അവളോടൊന്ന് സംസാരിക്കെന്ന് പറഞ്ഞതും അമ്മയുള്ള പ്ലേസിന്റെ അഡ്രസ്സും കൊടുക്കുന്നുണ്ട്. ഇവരും അമ്മയെ പോയി കണ്ട് സംസാരിക്കുന്നുണ്ട്. സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഏറ്റു പറഞ്ഞ് അങ്ങനെ ഒരു വഴി ഇവരുടെ ഫാമിലിയും ഒന്നായി. നെക്സ്റ്റ് ഹീറോയുടെ മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ടുവന്ന് ലിയയുടെ അച്ഛനുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ കല്യാണത്തിന് സമ്മതിപ്പിക്കുന്നുണ്ട്. അച്ഛനും നമ്മുടെ ഹീറോയുടെ നല്ല മനസ്സ് മനസ്സിലാക്കി ആ കല്യാണത്തിന് സമ്മതിക്കുന്നുണ്ട്. ഇത് USA നമ്മുടെ ടോമി അറിഞ്ഞ് ടെൻഷനായി
കല്യാണം നിർത്തണമെന്ന് പറഞ്ഞിട്ടേ ഉടനെ പെട്ടിങ്കടക്കേക്ക് എടുത്ത് ഗ്രാമത്തിലേക്ക് വരും. പക്ഷെ ലിയ ഇവിടെ സന്തോഷമായിരിക്കുന്നത് കണ്ട് അവനും വിട്ടുകൊടുക്കുന്നുണ്ട്. ടോമിയോട് അമ്മ ഹീറോയുടെ കൂടെ തന്നെ അവരെ ജോലിക്ക് പറഞ്ഞയക്കും. അങ്ങനെ പറഞ്ഞയച്ചാലും ആദ്യമൊക്കെ ടോമിയും ഇവരും തമ്മിൽ നിറയെ വഴക്കുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ പോകെ പോകെ ഇവർ തമ്മിൽ സംസാരിച്ച് ഇടപഴകിയൊക്കെ ആ ഫൈറ്റും ഫ്രണ്ട്ഷിപ്പായിട്ട് മാറി. അങ്ങനെ ഇരിക്കുമ്പോ ഹീറോയുടെ ബോസിന്റെ മകൾ ഉണ്ടായിരുന്നല്ലോ, ആ കൊച്ചിന് ടോമിയോട് ഒരു ലവ്. ഇത് ടോമിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാലും ഇതൊന്നും വേണ്ട എന്നാണ് അവൻ വിചാരിക്കുന്നത്. ഇത് ഹീറോ അറിഞ്ഞ് അവനെ ജലസാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കൊച്ചുമായിട്ട് ക്ലോസ് ആയിട്ട് ഇടപഴകുന്നുണ്ട്. ടോമിക്കാണെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് നല്ലപോലെ ജലസാകുന്നുണ്ട്. ഒരു ഗേൾഫ്രണ്ട് പോയ പോലെ ഇനി ഇതും വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവൻ മനസ്സിൽ പറഞ്ഞുറപ്പിച്ചിട്ട് ലെറ്റർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടേ രണ്ടും കൽപ്പിച്ച് ഒരു ലെറ്റർ കൊണ്ടുപോയി കൊടുക്കും. ഇവൾക്കും അവനെ ഇഷ്ടമാണല്ലോ. ഉടനെ തന്നെ അവളും ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും സെറ്റായി. നെക്സ്റ്റ് ഹീറോയിന്റെ മാരേജ് ഫിക്സ് ചെയ്യുന്നുണ്ട്. കല്യാണ ദിവസം ലിയ സുന്ദരിയായി വൈറ്റ് ഡ്രസ്സില് ഒരു കാറിൽ വന്നിറങ്ങി ചർച്ചിലേക്ക് വന്ന് മോതിരം മാറ്റിയിട്ട് അങ്ങനെ ഹീറോയിന്റെ ഒറിജിനൽ കല്യാണവും കഴിഞ്ഞു. നെക്സ്റ്റ് ഹണിമൂണിന് രണ്ടുപേരെയും ഒരിടത്തേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. ലിയ ഫ്രഷ് ആയിട്ട് ഇറങ്ങി വരുമ്പോ ഹീറോയാണെങ്കിൽ ഷർട്ട്ലെസ് ആയിട്ട് കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമായിരിക്കും. ഇവൾക്കത് കണ്ടതും ഇവൻ ഇത്രയും ഹോട്ടായി തോന്നിയത് ഇപ്പോഴാണെന്ന് പറഞ്ഞ് എന്റെ വായ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ എന്റെ കണ്ണ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവള് വളരെ എക്സൈറ്റഡ് ആയിട്ട് നിന്ന് നോക്കിയാല് ഹീറോ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. എന്താ എന്ന് ചോദിക്കും. ഇവളും ചെറിയ നാണത്തോടെ ഇല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് കിസ് ചെയ്യാനായിട്ട് വരുന്നതോടു കൂടിയാണ് ഈ ഡ്രാമയും ഇവിടെ അവസാനിക്കുന്നത്. സോ ഗായ്സ്, ഈ ഡ്രാമ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതൊരു 70-75 എപ്പിസോഡിൽ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ഷോർട്ട് ആയിട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഒറിജിനൽ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇതിന്റെ ഇംഗ്ലീഷ് ഡബും കിട്ടുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. ഇതേപോലെ ഒരു ക്യൂട്ട് റൊമാൻറ്റിക് ഡ്രാമ ആയിട്ട് നമുക്ക് വേഗം തന്നെ കണ്ടുമുട്ടാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.